ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കൽപ്പവൃക്ഷത്തിനെ പറ്റിയും പാരിജാത പൂവിനെ പറ്റിയുമാണ്. കൽപ്പവൃക്ഷവും പാരിജാതവും ഹൈന്ദവ പുരാണങ്ങളിലെ ദിവ്യവൃക്ഷങ്ങളാണ്. രണ്ടും പാലാഴി മദനത്തിൽ ഉണ്ടായതാണ്. പാലാഴി മദന സമയത്ത് ക്ഷീരസാഗരത്തിൽ നിന്നും ഉയർന്നു വന്ന 14 രത്നങ്ങളിൽ ഒന്നാണ് ഈ കൽപ്പവൃക്ഷം. ദേവന്മാരുടെ രാജാവ് ഇന്ദ്രൻ ഇതിനെ സ്വർഗത്തിലെ നന്ദനവനം എന്ന പൂന്തോട്ടത്തിൽ നട്ടു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ആഗ്രഹങ്ങളും ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ആഗ്രഹിച്ചാൽ ആ കൽപ്പകവൃക്ഷം നമുക്കത് സാധിച്ചു തരുമെന്നാണ്. പഴങ്ങൾ, പൂക്കൾ, ആഭരണം, ഭക്ഷണം, സ്വർണം, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ ആഗ്രഹിച്ചാലും നമുക്കത് കിട്ടും. അതാണ് കൽപ്പവൃക്ഷത്തിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല, ഇതിന് നാശമില്ല, ഇതിന് മരണമില്ല, എപ്പോഴും പുഷ്പിച്ചും കായ്ച്ചും നിൽക്കും. സ്വർഗത്തിൽ 5 തരം കൽപ്പവൃക്ഷങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മന്ദാരം, പാരിജാതം, സന്താനം, കൽപ്പവൃക്ഷം, ഹരിചന്ദനം എന്നിവയാണ് അതൊക്കെ. കൽപ്പവൃക്ഷം ഏതൊരു സ്ഥലത്തുണ്ടോ അവിടെ സമൃദ്ധിയും ദൈവിക അനുഗ്രഹവും നിറയെ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ തെങ്ങിനെ കേരളത്തിലെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കും. കാരണം എന്താ? തെങ്ങിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണ്. പിന്നെ പാരിജാത പുഷ്പം. പാരിജാതം സ്വർഗത്തിലെ ഒരു ദിവ്യ പുഷ്പമാണ്. ഇതിനിപ്പോൾ നൈറ്റ് ഫ്ലവറിങ് ജാസ്മിൻ, കോറൽ ജാസ്മിൻ എന്നൊക്കെ ഇപ്പോൾ വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഉത്ഭവം കൽപ്പവൃക്ഷം പോലെ തന്നെ പാലാഴി മദനത്തിൽ ഉണ്ടായത് എന്നാണ് ഐതിഹ്യം. ഇന്ദ്രൻ്റെ നന്ദനവനത്തിലായിരുന്നു ഈ പുഷ്പവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, രാത്രി മാത്രം വിരിയും, വൈകുന്നേരം വിരിഞ്ഞ് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കൊഴിഞ്ഞു പോകും. പകൽ പൂക്കൾ കാണില്ല. ട്രീ ഓഫ് സോറോ എന്ന പേര് പോലും അതുകൊണ്ട് ഈ ചെടിക്കുണ്ട്. ഇതിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു സുഗന്ധമാണ്. നല്ലൊരു സുഗന്ധമുള്ള പൂവാണ് പാരിജാതം. തണ്ട് ഓറഞ്ച് നിറമാണ്. ഇതിൻ്റെ ഇതളുകളെല്ലാം വെള്ള കളറിലാണ് ഉള്ളത്. ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ ഇലയും പൂവും തണ്ടും എല്ലാം ആയുർവേദത്തിൽ മരുന്നാണ്. പനിക്ക്, ആർത്രൈറ്റിസിന്, സയാറ്റിക്കയ്ക്ക് ഒക്കെ ഉപയോഗിക്കും. അതുമാത്രമല്ല, ഇതിന് വേറെ ഒരു പ്രത്യേകതയും പറയുന്നുണ്ട്. പാരിജാത പുഷ്പം കൊണ്ട് നമ്മൾ അർച്ചന ചെയ്താൽ പാപം നശിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ പാരിജാതം നമ്മുടെ വീടുകളിലൊക്കെ വെക്കുന്ന ഒരു ചെടിയാണ്. ഉത്തർപ്രദേശിലെ ബാരബങ്കി ജില്ലയിലെ കിൻഡൂരിൽ 1000-5000 വർഷം പഴക്കമുള്ള പാരിജാത വൃക്ഷമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് സത്യഭാമയ്ക്ക് വേണ്ടി കൃഷ്ണൻ നട്ടതാണ് എന്നാണ് ഒരു വിശ്വാസം. താങ്ക്സ് ഫോർ വാച്ചിങ്.